സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ സ്വാഗതം. സ്വാഗതം പ്രേമൻ. സാറ്, പാറ്റ പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയവർക്ക് ആശ്വാസമായി കാണും. പക്ഷേ ഇതിന് ഒരു പ്രതികാരം ഉണ്ടാകില്ല, ഒരു മധുര പ്രതികാരം ഉണ്ടാകില്ലേ? ഈ രക്തത്തിന് പകരം ചോദിക്കില്ലേ? നമ്മള് പിന്നെ ഇതിനകത്തിലെ പ്രതികാരം എന്നൊരു വാക്ക് വേണ്ട പ്രേമൻ. ഇതിനകത്തെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പാറ്റ പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, CJP സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവര് ചോദിച്ച ഒരു ഡിമാൻഡ്, 3 ഡിമാൻഡുകളിൽ ഒരെണ്ണം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഒരെണ്ണം കൂടിയായിരുന്നു അംഗീകരിക്കാൻ ഉണ്ടായിരുന്നത്. മറ്റു 2 നേരത്തെ തന്നെ വാങ്ചുക്കുമായിട്ട്, സോനം വാങ്ചുക്കുമായിട്ടുള്ള കരാറിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് കുട്ടികൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കും, അവർക്ക് മതിയായി കോമ്പൻസേഷൻ കൊടുക്കും. പക്ഷെ ഈ അവസാനത്തെ ഇതിലാണ്, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലാണ് തർക്കം ഉണ്ടായിരുന്നത്. അത് വേണോ വേണ്ടായോ എന്നുള്ള കാര്യത്തിലായിരുന്നു തർക്കം നിലനിന്നിരുന്നത്. അത് സ്വാഭാവികമാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും പക്ക RSS BJP-കാരനായ നേതാവുമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പൊ അദ്ദേഹത്തെ കുരുതി കൊടുക്കണമോ? അദ്ദേഹത്തെ കുരുതി കൊടുക്കാൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുട്ടികളുടെ മരണത്തെ ഒന്നും നമ്മൾ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഒരിക്കൽ അതിന് നമ്മൾ കീഴടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇത്തരം കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുമോ എന്നൊരു ഭയം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കാരണം അത് ഇപ്പൊ പറഞ്ഞല്ലോ, പണ്ട് ലാൽ ബഹാദൂർ ശാസ്ത്രി ട്രെയിൻ അപകടത്തെ തുടർന്ന് ആർമി ഉത്തരവാദിത്തം ഏറ്റെടുത്തെന്നുള്ളൊരു പഴയ ചരിത്രമൊക്കെ നമുക്ക് പറയാവുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ പുതിയ കാലത്തൊന്നും അങ്ങനെയൊന്നും ആരും ഏറ്റെടുക്കുന്നില്ല, ആരും ചെയ്തിട്ടില്ല. ഇപ്പൊ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരിൽ ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടോ? 5 പേര് നിരപരാധികളെ വിദ്യാർത്ഥികൾ മരിച്ചു വീണ കേസുകളാണതൊക്കെ. അപ്പൊ അതൊന്നും സ്വാഭാവികമായ കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തിൽ എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു കേന്ദ്ര സർക്കാർ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോ 3:30 മണിക്ക്, ഇന്ന് വൈകുന്നേരം 3:30 മണിക്ക് ഇപ്പൊ ഇവരുമായിട്ട് CJP-യുമായിട്ടുള്ള അവസാനവട്ട ചർച്ചയായിരുന്നു വെച്ചിരുന്നത്. അപ്പൊ അതിൽ ഈ ഒറ്റ ഡിമാൻഡിൽ മാത്രമാണ് കുട്ടികൾ ഒതുങ്ങി നിന്നത്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള കാര്യത്തിൽ. അപ്പൊ അതിൽ രാവിലെ മുതലുള്ള ആലോചനകൾ നടന്നു. അപ്പൊ 3:30 മണിക്ക് നടക്കുന്ന ചർച്ചയ്ക്ക് മുമ്പായിട്ട് ഇപ്പൊ ഏതാണ്ട് 2 മണി അടുപ്പിച്ച് 2-2:15 അദ്ദേഹത്തിന്റെ രാജിവിവരം പുറത്തു വരുന്നത്. പ്രധാനമന്ത്രിക്ക് ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്കത്ത് അയച്ചിരിക്കുന്നു. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. പാറ്റ പാർട്ടിയുടെ അല്ലെങ്കിൽ CJP-യുടെ സമരം വിജയിച്ചിരിക്കുന്നു. അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളിലും അവിടുത്തെ ജന്തർ മന്ദിറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വിജയമാണ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ്. ഞാൻ എടുത്തു പറയുന്നു, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ സമരം ചെയ്ത ജെനുവിനായിട്ടുള്ള കുട്ടികളെ, അതായത് 56 വയസ്സുള്ളവരെ കുട്ടികളായിട്ട് കൂട്ടാൻ പറ്റില്ല സാർ. 56 വയസ്സ് പിന്നിട്ടവരെ കുട്ടികളായിട്ട് കൂട്ടത്തില്ല, സാറിന് പറയാം. അത് തന്നെയാണ് പ്രേമ ഞാൻ പറയാൻ വരുന്നത്. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ സമരം ചെയ്ത ജെനുവിൻ ആയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ന്യായമായ കാര്യം തന്നെയാണ്, അവരുടെ ഒരു വലിയ വിജയം തന്നെയാണ്. പക്ഷെ വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, പണി വരുന്നതേ ഉള്ളൂ അല്ലെ? അങ്ങനെ സിനിമയ്ക്കകത്ത് ഡയലിലെ പണി വരുന്നതേ ഉള്ളൂ മോനെ, പുറമെ ദിനേശ പണി വരുന്നുണ്ട്. അതായത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുട്ടികളുടെ ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അത് പ്രധാനമന്ത്രി മിനിയാന്നത്തെ അദ്ദേഹത്തിന്റെ രാത്രി സന്ദേശത്തിൽ തന്നെ അത് കൃത്യം പറഞ്ഞിരുന്നു. കുട്ടികൾ എന്റെ പ്രയോറിറ്റിയാണ്, എന്റെ ടോപ്പ് പ്രയോറിറ്റിയാണ്. ഇന്ത്യയിലെ ഭാവി പൗരന്മാർ എന്റെ ടോപ്പ് പ്രയോറിറ്റി തന്നെയാണ്. അവരെന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും അത്തരം കാര്യങ്ങൾ ഞാൻ എന്ത് നടപടി, അവരുടെ ആവശ്യം എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നു. അദ്ദേഹം നേരത്തെ തന്നെ മിനിയാന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തോടുള്ള അഭിസംബോധനയെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് 1 കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കണം. അതിന്റെ കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണ് നമ്മൾ അറിയുന്നത്. ഏതാണ്ട് 1 കോടി രൂപയോളം ഈ മരിച്ച 20-ലേറെ കുട്ടികൾ മരിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നീറ്റ് എക്സാമിനേഷൻ വളരെ ക്ലീൻ ആയിട്ട് ചെയ്തു. കുട്ടികൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കും. കുട്ടികൾ എന്തെങ്കിലും തരത്തില് ജന്തർ മന്ദിറിൽ നടന്ന കഴിഞ്ഞ ദിവസത്തെ ആ സംഭവം നമുക്കറിയാമല്ലോ. അവിടെ നടന്ന ഏതാണ്ട് എത്ര വാഹനങ്ങളാണ്, ഔദ്യോഗിക വാഹനങ്ങൾ, പോലീസിന്റേതും സൈന്യത്തിന്റേതും അടക്കം എത്രയോ വാഹനങ്ങൾ, സർക്കാർ വാഹനങ്ങൾ തല്ലി തകർത്ത് തീ വെച്ച് മറിച്ചിട്ട് കത്തിച്ചിട്ട് വലിയ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി. ഇതൊന്നും ചെയ്തത് കുട്ടികളല്ല. കൃത്യമായ പോലീസിന്റെ വീഡിയോ ഉണ്ട്, പോലീസ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിട്ട് നമുക്കും കാണാം. നമ്മളിവിടെ കാണുന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ വളരെ കുറവാണ് മലയാള മാധ്യമങ്ങളിൽ വന്നത്, പക്ഷെ ദേശീയ ചാനലുകൾ ഇതെല്ലാം നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ നടന്ന അക്രമങ്ങളെ കുറിച്ച് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ അക്രമങ്ങൾ നേരിടാനുള്ളതിന്റെ ഭാഗമായിട്ട് പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങളൊക്കെ നന്നായിട്ട് അവിടെ ലാത്തി പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്.
അപ്പൊ അതിനകത്ത് ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ കവളത്തടിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ശിക്ഷണ നടപടികളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്നും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ അക്രമം നേരിടുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലാതെ പോലീസുകാർക്ക് മനഃപൂർവ്വം കുട്ടികളെ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളില്ലല്ലോ. പക്ഷെ അക്രമം ആരാണ് ഇതിന്റെ പുറകില്? ആരാണ് ഈ കുട്ടികളുടെ പുറകിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷണം വേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിന്റെ പുറകിൽ വരുന്നുണ്ട് ഗണേശ എന്ന് പറയുന്നതിന്റെ ദിനേശ എന്ന് പറഞ്ഞതിന്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായി, സത്യത്തില് നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്കിയതിനകത്തില് ഇത് സ്വാഭാവികമായിട്ട് ഒരു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ നിന്നൊരു പരാമർശം ഉണ്ടായതാണ്. അതും അന്യായമായ ആവശ്യമില്ലാത്ത കേസുകളുമായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അതിനകത്തൊരു കാഷ്വൽ ടോക്കാണ്. അത് ഇതുപോലെയല്ല, കോടതിയിൽ അതേ ഒരു ഓപ്പൺ കോർട്ട് പിൻവലിക്കുകയും ചെയ്തതാണല്ലോ. അതിൽ അദ്ദേഹം അത് പിൻവലിക്കുകയും ഖേദപ്രകടനം നടത്തിയതാണ്. കറക്റ്റ്. അദ്ദേഹം പറഞ്ഞത് ഈ ചില കേസിലെ വക്കീലന്മാർ ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇതിനെ കോടതിയിൽ നിരന്തരമായിട്ട് കയറി വരും. ഞാൻ അവരെയാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ഇന്ത്യയിലെ കുട്ടികളെ അല്ല എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. എന്നാലും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയാണ് ഈ പാറ്റകളുടെ അല്ലെങ്കിൽ പൂറകളുടെ അപ്രോച്ചിന്റേതായ അപ്രോച്ച് എന്നൊരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത്. പക്ഷേ ഇവിടെ നിന്നോ ഒരു സംഘം, അതെന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. വളരെ പെട്ടെന്ന് ഇപ്പൊ അമേരിക്കയിൽ നിന്നുള്ള അഭിജിത് ദിക്കയാണ് അതിന്റെ ഒരു പുറയിലുണ്ടായിരുന്ന ആളെന്ന് പറയുന്നത്. അതിലാണ് ഇത്ര വലിയ സംശയം ഉണ്ടാകുന്നത്. കാര്യം ഇന്ത്യയിൽ വേരുകളില്ലാതെ വിദേശത്ത് നിന്ന് ഒരാൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നു, അതിന് ഇവിടെ വലിയ കുറെ ഇടങ്ങളിൽ നിന്ന് ചില പോക്കറ്റുകളിൽ നിന്ന് സ്വീകാര്യത കിട്ടുന്നു. വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഇത്ര വലിയൊരു സമരം സംഘടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. പിന്നെ രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള ചില ഏരിയകളിൽ നിന്ന് ഇവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക അല്ലാതെയുള്ള സഹായങ്ങളൊക്കെ എത്തുന്നു. വലിയ അസ്വാഭാവികതയുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ. അസ്വാഭാവികതയെ ഉള്ളൂ. അത് അസ്വാഭാവികത അമേരിക്കയിൽ ഇരുന്നു കൊണ്ട്, അവിടെ പഠിക്കാൻ പോയ കുട്ടിയാണ്, ആ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അവിടെ നിന്നുകൊണ്ട് പണ്ട് ആപ്പിന് വേണ്ടി AAPക്ക് വേണ്ടിയിട്ട് ഇത്തരം ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചെയ്തുള്ള പരിചയ സമ്പന്നതയുണ്ട്. അവിടെ നിന്നുകൊണ്ട് അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാലോചിച്ചോ, അമേരിക്കയിലല്ലേ, ബ്രിട്ടനിലാണോ അമേരിക്കയിലാണോ വിദേശത്താണ് നിൽക്കുന്നത് അദ്ദേഹം. അവിടെ നിന്നുകൊണ്ട് ചെയ്യുകയാണ്. അമേരിക്കയാണെന്ന് തോന്നുന്നു. അവിടെ നിന്നുകൊണ്ട് ചെയ്യുകയാണ്. പക്ഷെ പ്രേമൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ആരാധകര് കയറുന്നത്. ഒരു വലിയ ഗ്രൂപ്പായിട്ട് മാറുന്നു. അത് ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു ദിവസം 1000, 10,000 ലക്ഷങ്ങൾ ഇതിലേക്ക് കയറുകയാണ്, ആ ഗ്രൂപ്പിൽ അംഗങ്ങളാകുകയാണ്. അതാണ് സംശയം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ലോകത്തെ ആളുകൾ ഫോളോ ചെയ്യുന്ന, എക്സിൽ ഫോളോ ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് പോലും സാധ്യമാകാൻ കഴിയാത്തത് ഈ ഇവിടെ വിദേശത്ത് പഠിക്കാൻ പോയ ഒരു പയ്യനെ കൊണ്ട് സാധിക്കുന്നു. അവിടെയാണ് നമ്മൾ സംശയങ്ങൾ, എവിടെ നിന്നാണ് ഈ ആളുകൾ ഇതിനകത്തിലേക്ക്, ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇതിനകത്ത് തള്ളിക്കയറിക്കൊണ്ട് വരുന്നത്? അതാണ് നമ്മൾ ഇതിനെയൊക്കെ സംശയിക്കേണ്ടത്. ഇപ്പൊ ജോർജ് സോറോസിനെയൊക്കെ സംശയിക്കുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. അവരെപ്പോഴും ഇന്ത്യ മഹാരാജ്യം, ഡീപ് സ്റ്റേറ്റുകളുടെ പ്രധാനപ്പെട്ട പണി അത് തന്നെയാണല്ലോ. ഇന്ത്യ സ്റ്റെബിലിറ്റിയിലേക്ക് വരികയാണ്. നമ്മൾ ഇന്ത്യ 3ാം ലോക മഹാശക്തി ആയിട്ട് മാറുകയാണ്. നമ്മളിപ്പോ പശ്ചിമേഷ്യയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, എണ്ണവരിയിൽ ചില വേരിയേഷൻസ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് സമൃദ്ധമാണ്, നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. മറ്റു ലോകരാജ്യങ്ങളുമായിട്ട്, അമേരിക്കയുമായിട്ട് അവിടെയാണ് നമ്മുടെ ഒരു ചോദ്യം. അന്താരാഷ്ട്ര തലത്തിൽ പോലും നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഒരു കാര്യപ്രാപ്തിയുള്ള ഒരു മന്ത്രിയെ, അദ്ദേഹത്തെ കുരുതി കൊടുത്തിട്ടാണെങ്കിൽ പോലും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇച്ഛാശക്തി, അത് ഒരു രാഷ്ട്രീയ പക്വതയുടെ ലക്ഷണമായിട്ട് കാണണോ അതോ ഒരു നിവൃത്തികേടായിട്ട് കാണണോ? ഒരിക്കലും നിവൃത്തികേടല്ല പ്രേമൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പണ്ടൊക്കെ പറയത്തില്ല, ഈ മുതലക്കുഞ്ഞിനെ നീന്ത് പഠിപ്പിക്കണോ? നരേന്ദ്രമോദിയാണോ പഠിപ്പിക്കാൻ പോകുന്നത്? 3 വർഷം ഗുജറാത്ത് ഭരിച്ചില്ലേ? 3 വർഷം ഗുജറാത്ത് ഭരിച്ച് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം തലവേദന അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അതിനുശേഷം 2 തവണ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചില്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നിവർത്തികേടെന്നൊന്നും നമ്മൾ പറഞ്ഞ് ഈ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെയുള്ള നിർവചനങ്ങളിലേക്ക് അല്ലത് പോകേണ്ടത്. കുട്ടികളെ അംഗീകരിച്ചിരിക്കുന്നു, കുട്ടികളുടെ മരണത്തിനെ അദ്ദേഹം അംഗീകരിച്ചിരുന്നു. കാരണം പുതിയ തലമുറയാണ്. അത് പുറകിൽ നിന്ന് കളിക്കുന്ന ആളുകളുണ്ട്. പ്രേമൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ബില്ലുകൾ വരാൻ പോവുകയാണ്, ബില്ലുകൾ നിയമമാകാൻ പോവുകയാണ്. പ്രേമൻ അറിയാവുന്നതുപോലെ FCRA നിയമം,
അതായത് ഉം. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിനകത്ത് ഭേദഗതി വരികയാണ്. ഉം. അതായത് ഇതുവരെ നമുക്ക് ആർക്കും ഇഷ്ടം പോലെ വിദേശത്തു നിന്ന് പൈസ അങ്ങ് കൊണ്ടുവരാം, ഒരു ഉം. കുഴപ്പമില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. അത് വെച്ചാൽ നിസ്സാര തുകയല്ല വരുന്നത്, കോടിക്കണക്കിനാണ് വരുന്നത്. അപ്പൊ അതെ. അങ്ങനെ വരുന്നത് അതിനൊരു നിയന്ത്രണം. അത് ആദ്യം SBI വഴി അത് കൺട്രോൾ ചെയ്യാൻ നോക്കി, എന്നിട്ടും പറ്റുന്നില്ല. മറ്റേ അക്കൗണ്ട് വേറെ എന്തൊക്കെയോ സോഴ്സ് വഴിയൊക്കെയാണ് ഈ പണം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോ അതിനകത്ത് കർശനമായ ഒരു നിയമം വരികയാണ്. ആ നിയമം ഈ ഉം. പാർലമെന്റിൽ വരും, ഈ വർഷകാല സമ്മേളനത്തിൽ വരുന്നുണ്ടത്. നമ്മുടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് അത് പൈലറ്റ് ചെയ്യുന്നത്, ബില്ല് കൊണ്ടുവരുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇനിയും അങ്ങനെ വിദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നിച്ച് പണം കൊണ്ടുവന്നിച്ച് മതപരിവർത്തനം അടക്കമുള്ള ഒരു പരിപാടി നടത്താൻ സാധിക്കുകയില്ല. ഉം. വലിയ വ്യവസ്ഥകളാണ്, ശിക്ഷാ നടപടി അടക്കമുള്ള വ്യവസ്ഥകളാണ് വരാൻ പോകുന്നത്. അതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് വരാൻ പോവുകയാണ്. ഉം. സ്ത്രീകൾക്ക് സംവരണം, സ്ത്രീകൾക്ക് 3.1% സംവരണം എന്നുള്ളത് വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ മണ്ഡലങ്ങളുടെ പുനർനിർണയം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറെ ബില്ലുകൾ വരുന്നുണ്ട് ഇത് സഭയ്ക്കകത്ത്. ഈ വരുന്ന സമ്മേളനത്തിലേക്ക് വരുന്നുണ്ട്. അത് എത്ര എന്തായാലും FCRI ഉറപ്പായി കഴിഞ്ഞു. അതെ. ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ ഒരു സൂചനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. എല്ലാ കാത്തലിക് ബിഷപ്പ് പ്രതിനിധികൾ എല്ലാവരും ചെന്ന് അമിത്ഷായെ കണ്ട് പറയുകയാണ്, സാർ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ബില്ലിനകത്തില് ഞങ്ങൾക്കിപ്പോ എതിർക്കാനൊന്നും മാർഗമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ ഇതിന് മുൻകാല പ്രാബല്യം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ, അതെ. ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരുന്നതും ഞങ്ങൾ അതുവഴി ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇനി മുൻകാല പ്രാബല്യം ഉണ്ടാകരുത്. ഇവിടെ അങ്ങനെയാണല്ലോ വലിയ പ്രചരണം നടത്തിയത്, കഴിഞ്ഞ അതെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത്. ചില ആളുകൾ, എല്ലാവരെയും നമ്മൾ അതിനകത്ത് കുറ്റം പറയുന്നില്ല, ചില വൈദികന്മാരും ചില സഭാ നേതാക്കന്മാരും പറഞ്ഞത് എന്താണ്, UDF വോട്ട് ചെയ്യുക, നിങ്ങളെല്ലാം വോട്ട് ചെയ്തോണം, BJPക്ക് ആരും വോട്ട് ചെയ്യരുത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പള്ളി ആശുപത്രിയൊക്കെ അവർ പിടിച്ചെടുത്തോണ്ട് പോകുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ്. അങ്ങനെ എന്തൊരു വലിയ പ്രചരണമാണ് കേരളത്തിൽ നടന്നത്, അല്ലേ? ഉം. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഇതൊക്കെയാണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയപരമായി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് നിന്ന് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. അതായത് കുട്ടികളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു തന്ത്രത്തിന് തയ്യാറല്ല. അത് തന്നെയാണ്, അത് കൃത്യമായ മെസ്സേജ് തന്നെയാണ് പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ അങ്ങനെ വെറുതെ നമ്മൾ പറഞ്ഞില്ല, അദ്ദേഹം വെറുതെ ഏതായാലും സൂചിപ്പിച്ചു എന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല. CJPയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമരത്തിന് ഇറങ്ങിയവർ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് ഡൽഹിയിൽ. അതാണ് ഇപ്പോഴത്തെ കാഴ്ച. പക്ഷെ ആ സമയത്തും ചിലർ അവിടെ നിന്ന് കരയുന്നുണ്ട്. അവർ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ചിലരാണ്. കേരളത്തിൽ നടക്കം അവിടെ പോയിരുന്നു. അപ്പോൾ അവരുടെ ഒരു കരച്ചിലിന് എന്താണ് പരിഹാരം? പ്രേമ, ഇതിനകത്ത് കുട്ടികൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ നിന്ന് കുറെ ആളുകള്, കുറെ രാഷ്ട്രീയക്കാർ, അവരൊക്കെ അവസാന ലാസ്റ്റ് മിനിറ്റ് എൻട്രി ആയിരുന്നല്ലോ. ഏത് രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു കുട്ടികളുടെ സമരത്തെ പിന്തുണയ്ക്കാനായിട്ട്? ആകെ ഒരു സോനം ബ്രിട്ടാസും വാങ്ചുക്ക് റഹീമും മാത്രം ഒക്കെ വന്നു, അല്ലേ? ഉണ്ടായിരുന്നു. അതെ, ബ്രിട്ടാസും റഹീമും ഒക്കെ അവിടെ നമ്മുടെ സജീവമായിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാര്, ചാനൽ മൈക്കുകൾ എവിടെ, ക്യാമറ എവിടെ, അതിന്റെ മുന്നിൽ നിന്നുകൊണ്ടുള്ള, അല്ലേ, നമ്മൾ മൗത്ത് വാർ എന്നൊക്കെ പറഞ്ഞില്ല, വായുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യമുള്ളിടത്തൊന്നും അവർ പോകത്തില്ല, അല്ലേ? എന്തിനാ അവർ അറച്ചു നിന്നത്? അല്ല, ഇവര് മാത്രമല്ല കോൺഗ്രസ് സാർ, അടക്കമുള്ള രാഹുൽ ഗാന്ധി പ്രതിപക്ഷ അടക്കം കക്ഷികൾ മറ്റേ ഉള്ളടക്കം സിനിമയിൽ ജഗതിനെ എടുത്തോണ്ട് പോകുന്ന പോലുള്ള സീനൊക്കെ കണ്ടിരുന്നു. അല്ല പ്രേമ, അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു കോൺഗ്രസ്? ഈ 20, 22, 23 ദിവസം കുട്ടികൾ സമരം നടത്തിയ സമയത്ത് എവിടെയായിരുന്നു കോൺഗ്രസ്? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എവിടൊക്കെയായിരുന്നു? അതിനകത്തിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ 2 ദിവസം ആകെ ഡൽഹിയിൽ 2 പരിപാടികളാണ് നടത്തിയത്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ പറഞ്ഞതുപോലെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതീവ സുരക്ഷാ മേഖലയിൽ ചെന്നൊരു നാടകം, അല്ലേ? നാടകം തന്നെ പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഗാന്ധി പ്രതിമയില് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പോലെ ഗാന്ധി പ്രതിമയിൽ ചെന്ന് എല്ലാവരും കൂടെ ഒന്ന് കൈകൊഴുപ്പുന്നു, കൊഴുത്തൊഴുന്നു, അല്ലേ, എന്നൊക്കെയുള്ള ഒരു മട്ടല്. പിന്നെ ഇന്നലെ ഒന്നും കണ്ടില്ല. ഇന്നലെ പിന്നെ വേറെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നു പറഞ്ഞിട്ടൊന്നും കണ്ടില്ല. അപ്പൊ പക്ഷെ ഈ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ത് ചെയ്യും? DMK എന്ത് ചെയ്യും ഇതിനകത്ത്? തൃണമൂൽ എന്ത് ചെയ്യും? അതെ. അതേപോലെ തന്നെ ശിവസേനയുടെ MP മാരൊക്കെ എന്ത് ചെയ്യും? അപ്പൊ പ്രതിപക്ഷ ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒറ്റ നമ്പറിലുള്ള ആളുകളെ ഉള്ളു ഇതിനകത്തില്. അല്ലാതെ ആരുണ്ട്? 23 കക്ഷികൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എണ്ണം പറയാവുന്ന പ്രതിപക്ഷ കക്ഷികൾ ആരും ഇല്ല. അത് തന്നെയല്ല, എവിടെയായിരുന്നു ഇതുവരെ? 23 ദിവസം ആ കുട്ടികൾ സമരം ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ അതിനിടയിലേക്ക് മറ്റ് ചില സംഘടനകൾ നുഴഞ്ഞു കയറി. അതാണ് കേന്ദ്ര സർക്കാരിനെ ആശങ്കപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം. അതാണ് ഇപ്പൊ സ്വാതന്ത്ര്യദിനം വരാൻ പോവുകയാണ്. ആഗസ്റ്റ് 15ന്റെ ഒരുക്കങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനായിട്ട് ഈ പറഞ്ഞതുപോലെ 4 വശവും എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന വലിയ ശക്തികൾ, ദുഷ്ടശക്തികളുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ഇപ്പൊ ബലൂചിസ്ഥാനിലെയും POKയുടെയും ഒക്കെ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലും വലിയ 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 പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയം നേപ്പാള്, ശ്രീലങ്ക,
എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം അസ്ഥിരതയുടെ പര്യായങ്ങളാണ്, അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളുടെ തീവ്രവാദ സംഘടനകളാണ് അവിടെ ഭരണം നിയന്ത്രിക്കുന്നത്. അവരാണ് കുട്ടികളെ ഇളക്കി വിടുന്നത്. അവർക്ക് സാധിക്കും, ഭരണാധികാരികളെ മറിക്കാൻ സാധിക്കും. പക്ഷെ ഇന്ത്യ രാജ്യമല്ല. ഞാൻ അതാണ് പറഞ്ഞത്, ഒരുപാട് കളി കണ്ടവനാണ് നരേന്ദ്രമോദി, ഒരുപാട് കളി കണ്ടവനാണ് നരേന്ദ്രമോദി. അമിത്ഷായും ചേർന്നാണ്. അവരെ ഗുജറാത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം നമ്പറുകളൊന്നുമല്ല. ഇനിയിപ്പോ ഇതിനകത്ത് അനുഭവിക്കാൻ പോകുന്നത് ഈ കുട്ടികളായിരിക്കത്തില്ല. ഈ പറഞ്ഞ ഇതിനകത്ത് കയറി അക്രമം നടത്തിയവരുടെ കൃത്യമായ വീഡിയോ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ചില വീഡിയോകളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ ലീക്ക് ചെയ്യുന്നുണ്ട്, അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് അക്രമം കാണിച്ചവരെ, പോലീസ് വണ്ടി മറിച്ചിട്ടവനും, പോലീസ് വണ്ടി തല്ലിപ്പൊട്ടിച്ചവനും, പോലീസ് വാഹനങ്ങൾ കത്തിച്ചവനും, സർക്കാർ ഓഫീസുകൾ കൈയെറിഞ്ഞ പൊതുമുതൽ നശിപ്പിച്ചവരെല്ലാം പ്രേമൻ നോക്കിക്കൊള്ള ദിവസങ്ങൾക്കുള്ളിൽ വലിയ ഏതൊക്കെ ചാർജ് വരുമെന്നുള്ളത് തന്നെ കണ്ടറിയണം. ഇനിയും ഏതൊക്കെയാണ് വകുപ്പ് വരാൻ പോകുന്നത്. ഒരു പക്ഷെങ്കില് ജീവിതകാലത്ത് മുഴുവൻ ജാമ്യം പോലും കിട്ടാത്ത അങ്ങനെ കുറെ നേതാക്കന്മാർ ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരു തിഹാർ ജയിലിൽ കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരില് വളരെ ഗുരുതരമായ ചാർജുകൾ വരാം. അതുകൊണ്ടാണ് പലർക്കും ഭയമായിട്ടിരിക്കുന്നത്. നമ്മുടെ നേതാക്കന്മാരൊക്കെ മൈക്കിന് മുമ്പ് ചെന്നിച്ച് പലരും ആദ്യം രംഗത്ത് വന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെ ഒന്നും പിന്നെ കണ്ടില്ലല്ലോ. കാരണം ഇത് വെറുതെ വീട്ടിലിരുന്നപ്പോഴേ, ഞാൻ ചുമ്മാതെ വീട്ടിൽ ഞാൻ ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് എനിക്കൊരു പബ്ലിസിറ്റി ഇല്ല, എന്നാ പോയി അതിന്റെ നടുക്ക് കയറി നിന്നേക്കാം, ഡൽഹി വരെ പോകുന്ന വിമാന ടിക്കറ്റിന്റെ കാര്യമേ ഉള്ളല്ലോ എന്നൊക്കെ വിചാരിച്ച് ഓടിപ്പോയവരെ ആരെയും കാണുന്നില്ല ഇപ്പോഴ്. കാരണം ഇതിന്റെ അപകടം മനസ്സിലാകുന്നില്ല. ഈ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. കുട്ടികളെ പറഞ്ഞില്ലയോ, സോനം വാങ്ചുക്കുമായിട്ടുള്ള എഗ്രിമെന്റിനകത്തില് ഇന്നലെ അദ്ദേഹത്തിന്റെ നിരാഹാര സത്യാഗ്രഹം സമരം അവസാനിപ്പിച്ചുകൊണ്ട് കൊടുത്തേക്കുന്ന ഒരു എഗ്രിമെന്റ് അതാണ്. അതായത് നിരപരാധികളായ കുട്ടികളുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസുകൾ, ഒരു പക്ഷെങ്കിൽ അവരുടെ പേരിൽ ചില കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാം, അവരുടെ പേര് ചാർജ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ അക്രമം കാണിച്ചവന്മാരെ വെറുതെ വിടാൻ ഒക്കും? അവരെ വെറുതെ വിടാൻ ഒക്കത്തില്ലല്ലോ. വലിയ ചാർജ് വരും. അതാണ് പറഞ്ഞ കളി തുടങ്ങിയതേ ഉള്ളൂ. നരേന്ദ്രമോദി കളി തുടങ്ങിയതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ മോദി ഇതാ അവർക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നേ, ഇന്ത്യയിലെ കുട്ടികൾക്ക് മുമ്പിൽ നരേന്ദ്രമോദിയെ പോലെയുള്ള വലിയൊരു ആള് കീഴടങ്ങിയിരിക്കുന്നു, അവരുടെ സംഘടിത ശക്തിക്ക് മുന്നേ കീഴടങ്ങിയിരിക്കുന്നു. ഗത്യന്തരം ഒന്ന് രണ്ട് ചില ഇതിനകത്ത് ഞാൻ കേട്ടതാണ്, മോദി ഗത്യന്തരമില്ലാതെ കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പക്ഷെങ്കിൽ ഈ ആവശ്യം അന്ന് വന്നിരുന്നെങ്കിൽ ചെയ്തേനുമായിരുന്നായിരിക്കാം. പക്ഷെ ധർമ്മേന്ദ്ര രാജ്യമായിട്ട് ബന്ധം ചെയ്തേനുമായിരുന്നു അവർക്ക്. കാരണം അദ്ദേഹം വേറെ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഷഫ്ലിങ്ങിൽ കൂടെ തന്നെ അദ്ദേഹത്തെ മാറ്റാമായിരുന്നു. അദ്ദേഹം പെട്രോളിയം വകുപ്പ് തന്നെ എത്രയോ വർഷം കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയാണ്, വളരെ സത്യസന്ധനായ മന്ത്രിയാണ്. പക്ഷെ ആവശ്യമില്ലാത്ത അനാവശ്യമായ കീഴ്വഴക്കം സൃഷ്ടിക്കുക എന്നുള്ളതും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു പക്ഷെങ്കിലും ഇത് മാറ്റിവെച്ചത്. പക്ഷേ ഈ പറയുന്ന ശക്തികളെ, ഈ പറയുന്ന രാഷ്ട്രത്തിനെ ദുർബലമാക്കാൻ പോകുന്ന ശക്തികളുടെ കടന്നുകയറ്റം, നമ്മുടെ അവിടുത്തെ മുദ്രാവാക്യങ്ങളൊക്കെ കേട്ടില്ലേ? എന്തായിരുന്നു ജന്തർ മന്ദറിലെ മുദ്രാവാക്യങ്ങള്? എന്തോ ഒരു തീവ്രമായ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളല്ലേ അവിടെ വിളിച്ചത്. ആരാ ഇതൊക്കെ വിളിച്ചത്? ഈ കുട്ടികൾക്ക് എന്താണ് രാജ്യവിരുദ്ധ മുദ്രാവാക്യത്തിന്റെ ആവശ്യം? എന്താണ്? ഖലിസ്ഥാൻ മൂവ്മെന്റ് അല്ലെ? ഖലിസ്ഥാൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വാദം എന്തിനാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വരുന്നത്? അവിടെ നമ്മുടെ സാധാരണ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളുടെ മുദ്രാവാക്യമായിരുന്നു അത്. അവരായിരുന്നു ആ രംഗത്തുണ്ടായിരുന്നത്. നമ്മൾ പലരെയും കണ്ടില്ല. അതിനകത്ത് പലരും വിദ്യാർത്ഥികളാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, പല വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത്. ഉണ്ടായിരിക്കാം. പക്ഷേ ജെനുവിനായിട്ടുള്ള കുട്ടികളുടെ ഇടയിലേക്ക് ഇവരിതിനെ കയറി ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ടായിരിക്കാം ഗവൺമെന്റ് കുറച്ച്. കാരണം ഇവരെ രണ്ടുപേരും വേർതിരിച്ചെടുക്കണം. ജെനുവിനായിട്ടുള്ള കുട്ടികൾ, സമരം ചെയ്ത കുട്ടികളെ തിരിച്ചെടുക്കണം. ഇതിനകത്ത് നുഴഞ്ഞു കയറി കുട്ടികളുടെ മറവിൽ അക്രമം നടത്താൻ വന്നവരെ, ഇതിനെ രണ്ടിനെയും തിരിച്ചെടുക്കും. അത് നമുക്ക് കാണാൻ പറയണം. വലിയ താമസമൊന്നും വരികയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആരൊക്കെ എത്ര കാലം എവിടെയൊക്കെ കടന്നുണ്ടതിനും എന്നുള്ളത് നമ്മൾ കണ്ടറിയാമെന്നാണ് എന്റെ ഒരു ചപ്പാത്തിയുമായിരിക്കത്തില്ല പറയുമ്പോ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ബിസ്ക്കറ്റ് രാജാവായ രാജംപിള്ള പോലും തീഹാർ ജയിലിൽ കിടന്ന് അനുഭവിച്ചത് നമ്മൾ കണ്ടില്ലേ. ശതകോടീശ്വരനായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റി? നിയമം അങ്ങനെയാണ്. ചില നിയമങ്ങളൊക്കെ എങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് തന്നെ മലയാളികൾ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്? തീഹാർ ജയിലിൽ കിടക്കുന്നില്ല, ജാമ്യം കിട്ടുന്നുണ്ടോ? ഇതൊന്നും വേണ്ട പ്രേമ. ഇ ഡി ആക്രമിക്കാൻ പോയില്ലേ? പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ റെയ്ഡ് ചെയ്യാൻ വന്ന ഇ ഡിയുടെ വണ്ടി വാഹനവും തല്ലി പൊട്ടിച്ച ശേഷം അവരെ ആക്രമിക്കാൻ പോയ തിരുവനന്തപുരത്തുകാരായ CPM നേതാക്കന്മാരെ അല്ലെ, 24 25 പേർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടോ? അവരും ജാമ്യം ഇല്ലാതെ നിൽക്കുകയാണ്.
ഇത് വകുപ്പ് വേറെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇപ്പൊ ബിയെ പോലെ ഒരു കേന്ദ്ര ഏജൻസി ആക്രമിക്കാൻ പോയിട്ട് അനുഭവം ഇതാണ്. അപ്പൊ വളരെ സെൻസിറ്റീവ്, ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും സെൻസിറ്റീവായ ഏരിയ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ വന്ന് കിടന്ന് സമരവും അക്രമവും കാണിച്ചവരൊക്കെ ഏത് കാലത്ത് പുറത്തിറങ്ങുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. യെസ് യെസ്. ഏതായാലും ശരി, നന്ദി സർ.